LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിന്റെ അധിക്ഷേപ പ്രസംഗത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. UDF മണ്ഡലം കൺവീനർ A. ഇർഷാദാണ് പ്രതിഭയുടെ ശരീര സൗന്ദര്യം പറഞ്ഞ് സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയത്. പ്രതിരോധത്തിലായതോടെ ഖേദപ്രകടനവുമായി എത്തിയ ഇർഷാദിനെ യു പ്രതിഭ തള്ളി. അധിക്ഷേപ പരാമർശത്തിനെതിരെ കരഞ്ഞുകൊണ്ടാണ് യു പ്രതിഭ പ്രതികരിച്ചത്. അധിക്ഷേപിക്കപ്പെട്ടത് പൊതുരംഗത്തെ മുഴുവൻ സ്ത്രീകളുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിഭയുടെ ശരീര സൗന്ദര്യം പറഞ്ഞാണ് കായംകുളം UDF കൺവീനർ A. ഇർഷാദ് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു പരാമർശം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. പ്രസ്താവന വിവാദമായതോടെ A. ഇർഷാദിനെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുയർന്നത്. പൊതുപ്രവർത്തകയെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അവൾക്കൊപ്പമെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന്റെ കാപട്യമാണ് തുറന്നുകാട്ടപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പൊതുരംഗത്തെ മുഴുവൻ സ്ത്രീകളോടുമുള്ള അധിക്ഷേപമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വ്യാപകമായ വിമർശനമുയർന്നതോടെ പ്രതിരോധത്തിലായ UDF നേതാവ് A. ഇർഷാദ് ഖേദപ്രകടനവുമായി രംഗത്തെത്തി. ആരൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. A. ഇർഷാദ് നടത്തിയത് അത്രയും നീചമായ പരാമർശമാണെന്നും ഖേദപ്രകടനം അംഗീകരിക്കില്ലെന്നും യു പ്രതിഭ പ്രതികരിച്ചു. ഇത്തരം മ്ലേച്ഛമായ വാചകങ്ങൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഖേദം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും എന്ന് കരുതുന്നില്ല. ഇലക്ഷൻ കമ്മീഷനടുത്ത് കൃത്യമായ പരാതികൾ കൊടുക്കും, പോലീസിൽ പരാതിപ്പെടും. എല്ലാ അർത്ഥത്തിലും അത് സർവ്വസജ്ജമായിട്ട് പാർട്ടി തന്നെ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അധിക്ഷേപ പരാമർശത്തിനെതിരെ പ്രതികരിക്കുന്നതിനിടെ യു പ്രതിഭ വിതുമ്പി. ഇതൊരു സ്ത്രീവിരുദ്ധ പ്രസ്താവന എന്ന് പറയുന്ന സ്ത്രീ പീഡനമാണ്. ഇത് കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആ കുറ്റകൃത്യത്തിൽ മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല. അധിക്ഷേപ പരാമർശത്തെ തള്ളിക്കളഞ്ഞ UDF സ്ഥാനാർത്ഥി M. ലിജോ ഖേദപ്രകടനവും നടത്തി. UDF നേതാവിന്റെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് CPIM തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.